ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുമൻ ഫീസ്റ്റ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം റിവ്യൂ ആണ്. ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു വീടാണ്. ഹൗസ് വാമിങ് ഇപ്പോൾ കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ കൊറോണ സിറ്റുവേഷൻ കാരണം കൊണ്ട് തന്നെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീട് കാണാനെന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയതാണ്. അപ്പോൾ അത് ഞാനൊരു വ്ളോഗാക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പാർക്ക് മോഡലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകാനൊക്കെ പറ്റും. അപ്പോൾ അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ല വ്യൂ ആണ്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീട് ഇപ്പോഴത്തെ ഇൻറ്റീരിയർ വർക്കോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. حب تسونامي ضرب لي قلبي والله تسونامي استر يا ربي حب تسونامي ضرب لي قلبي والله تسونامي استر يا ربي يا اهل الهوى ويا عاشقين كل جرال وبحالي 6 ايام عيني سهرانين ما عرفت انا مالي ويا اهل الهوى ويا عاشقين كل جرال وبحالي 6 ايام عيني سهرانين ما عرفت انا مالي دامar شامل دارت لي عيد نقاوم قلبتني دامar شامل دارت لي عيد نقاوم قلبتني هجوم عاطفي خاطر ما عرف ما خرجت لي هجوم عاطفي خاطر ما عرف ما خرجت لي حبك تسونامي ضرب لي قلبي والله تسونامي استر يا ربي حبك تسونامي ضرب لي قلبي والله تسونامي استر يا ربي يا قاضي الغرام حرمش غندر غير قول لي يا قلبي اللي صافي تاب وصام خلاته يفطر هي ويا قاضي الغرام حرمش غندر غير قول لي يا قلبي اللي صافي تاب وصام خلاته يفطر هي دامar شامل دارت لي عيد نقاوم قلبتني دامar شامل دارت لي عيد نقاوم قلبتني هجوم عاطفي خاطر ما عرف من خرجت لي هجوم عاطفي خاطر ما عرفت من خرجت لي حبك تسونامي ضرب لي قلبي والله تسونامي استر يا ربي حبك تسونامي ضرب لي قلبي والله تسونامي استر يا ربي دامar شامل دارت لي عيد نقاوم قلبتني دامar شامل دارت لي عيد نقاوم قلبتني هجوم عاطفي خاطر ما عرف ما خرجت لي هجوم عاطفي خاطر ما عرف ما خرجت لي. അപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ടു വന്നത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഈ കൊറോണ സിറ്റുവേഷൻ കാരണം തന്നെ അവർ പാർക്കിലോട്ടൊക്കെ പോയിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഓടി കളിക്കാനൊക്കെ നല്ല വിശാലമായിട്ടൊരു പാർക്ക് പോലെ ഒരു സ്ഥലം കിട്ടുക പറഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. അവിടെ പോയാൽ നമുക്ക് തിരിച്ച് പോരാൻ തോന്നില്ല എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറും ശരിക്കൊരു പാർക്കിൻ്റെ ലുക്ക് ഉണ്ട്. ഫസ്റ്റ് വീട്ടിലോട്ട് ഗേറ്റ് കടന്നു വരുമ്പോൾ ഇതുപോലെ ഒരു സൈഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മുറ്റം പോലെ സൈഡിൽ മുഴുവൻ ചെടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ വീടും നിൽക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ആ ഭാഗത്തോട് ചേർന്നിട്ട് തന്നെ അവിടെ മുഴുവന്
പാറ പോലെ തന്നെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായി പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും കണ്ട പാറയുടെ ഒരു ലുക്ക് നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ മൊത്തം ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. മുഴുവന് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. കട്ട പതിച്ച ഭാഗത്തൊക്കെ ഓടി കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഫോട്ടോ എടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ആയാലും നല്ലൊരു അടിപൊളി ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞങ്ങൾ ആ സ്റ്റെപ്പിലൂടെ മുകളിലോട്ട് കയറി. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത്. നല്ല രസമാട്ടോ അതിൻ്റെ മുകളിൽ കയറിയാൽ. താഴോട്ട് നോക്കിയിട്ടാണെങ്കിലും സൈഡിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്നത് പോലെ പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമുണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ പാറ പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുളം പോലെ ഉണ്ടാക്കിയത്. ഇനി ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതാ ഒരു മരം, ഒരു പ്ലാസ്റ്റിക് മരമാണ്. അപ്പോൾ വീട് മുഴുവൻ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനാണ്. അത് ആ വാഷ് ബേസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും കണ്ടാൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു റൂം പോലെ, റൂമെല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്കിരുന്ന് വർത്താനം പറയാനും എല്ലാത്തിനൊക്കെ പറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ട് അതിൽ വെള്ളമുണ്ട്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ വെള്ളം ചാടലൊക്കെ ഉണ്ട്. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ചെടിയും ഒക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. പിന്നെ ദാദാ ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇതാ ഷെൽഫൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നിസ്കാര റൂമിലോട്ട് പോകുന്ന ആ ഭാഗത്ത് മിനിയേച്ചറായിട്ട് ഫുട്ബോൾ പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നല്ല രസമുണ്ട്. എല്ലാവരും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഒരു ഗാർഡൻ രൂപത്തിൽ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നിസ്കാര റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ദാ ഇവിടെ നിന്ന് ഒന്നും ഉണ്ടാക്കാം. പിന്നെ ഖുർആനും ഏടുകളും ഒക്കെ നല്ലപോലെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷെൽഫും ഉണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കിച്ചണാണ്. കിച്ചൺ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കിച്ചണിലോട്ട് പോയി വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ കൈ തട്ടിയിട്ട് ഡിലീറ്റായി പോയി.
കോണിയൊക്കെ അതാ ഇതുപോലുള്ളൊരു വുഡൻ വർക്കാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ആ ഭാഗത്ത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിഡ്സിൻ്റെ റൂമാണ്. അപ്പോൾ ഷെൽഫിൻ്റെ കീ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 2 കട്ടിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ 2 കട്ടിൽ ഒരുമിച്ചുണ്ട്. പിന്നെ ഇത് സ്റ്റഡി റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇത് ടെറസാണ്. അപ്പോൾ ടെറസിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് കയറാം. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും അവിടെ കയറി ചാടി കളിക്കലും നല്ല ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ മുന്നോട്ട് ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെടിയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് റോസാണ്. പക്ഷെ കണ്ടാൽ ശരിക്കും വിരിഞ്ഞ് നിൽക്കുന്ന റോസാണെന്നേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയത് ഈവനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വീട്ടിലോട്ട് എത്തണം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കുടുംബത്തിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.